ഇനി നമ്മൾ ഈ ബി.ജെ.പിയുടെ സംഘടന ബി.ജെ.പിയുടെ പുനഃസംഘടനയിലേക്കാണ് കടക്കുന്നത്. ലക്ഷദ്വീപിൽ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് കെ.എൻ. കാസ്മി കോയ തുടരും. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തള്ളിയാണ് ദേശീയ നേതൃത്വം കാസ്മിയോട് തുടരാൻ നിർദ്ദേശിച്ചത്. തമിഴ്നാട്ടിലും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അണ്ണാമല അധ്യക്ഷനായി തുടരും. കേരളത്തിൽ പക്ഷേ കെ. സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക. എതിർപ്പുകൾ അവഗണിച്ചാണ് കെ.എൻ. കാസ്മി കോയയ്ക്ക് നേതൃത്വം അധ്യക്ഷ പദവിയിൽ ഒരു അവസരം കൂടി നൽകിയത്. പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം പണിയുന്ന സാഹചര്യത്തിൽ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്ന നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിക്കുകയായിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്ന മഹദ ഹുസൈൻ പാർട്ടി വിട്ട് ശരത് പവാർ പക്ഷ NCP-യിൽ ചേർന്നതും പാർട്ടിക്കെതിരായ വാർത്തകൾ ചോരുന്നത് ഉള്ളിൽ നിന്നാണെന്ന വിവരം പുറത്തായതും കാസ്മി കോയയ്ക്കെതിരെ ഒരു വിഭാഗം ആയുധമാക്കിയിരുന്നു. കാസ്മി ബാഹ്യശക്തികൾക്ക് കീഴടങ്ങാതെ കുടുംബവാഴ്ച അനുവദിക്കാതെ മുന്നോട്ടു പോകണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. കേന്ദ്ര നിരീക്ഷകരായി എത്തിയ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, കാശിനാഥ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കൗൺസിലാണ് കാസ്മി കോയയെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. അതേസമയം പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിൽ നിന്നുള്ള ചിലർ ലക്ഷദ്വീപ് ബി.ജെ.പിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നത് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചു. അഡ്മിനിസ്ട്രേഷനെതിരായ കേസുകളിൽ എതിർഭാഗം പാർട്ടി ബന്ധം ഉപയോഗിക്കുന്നത് മോദി സർക്കാരിനെ ബാധിക്കുന്നെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് ദേശീയ നേതൃത്വം ലക്ഷദ്വീപ് ഘടകത്തിന് നൽകിയ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം.